എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് മെയ് 1 തീയതി മുതൽ അറിഞ്ഞിരിക്കേണ്ട റേഷൻ കാർഡ് ഉടമകൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ വീഡിയോ സാധ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. പശ്ചിമേഷ്യയിലെ സംഘർഷത്തിന്റെ സാഹചര്യത്തിൽ കേന്ദ്ര നിർദ്ദേശപ്രകാരം കേരളത്തിൽ ഏപ്രിൽ മെയ് മാസങ്ങളിൽ റേഷൻ ഒന്നിച്ചു കൊടുക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇതനുസരിച്ച് ഏപ്രിലിലെ റേഷൻ ഏപ്രിൽ 30 വരെയും മെയ് മാസത്തെ റേഷൻ ഏപ്രിൽ ആദ്യം മുതൽ മെയ് 30 വരെയും വാങ്ങാനായിരുന്നു കാർഡ് ഉടമകൾക്ക് അവസരം നൽകിയിരുന്നത്. എന്നാൽ ഇത് ചില കുഴപ്പങ്ങൾക്ക് കാരണമായിരിക്കുകയാണ്. 2 മാസത്തെ റേഷൻ ഒരുമിച്ച് വാങ്ങുവാനുള്ള നിർദ്ദേശത്തിലെ ആശയക്കുഴപ്പത്തിനിടെ ഏപ്രിലിലേത് വാങ്ങാതെ മെയ് മാസത്തിലേത് മാത്രം വാങ്ങിപ്പോയ 8000-ൽ പരം ഉടമകളെ കണ്ടെത്തുവാൻ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് നടപടി ആരംഭിച്ചിരിക്കുകയാണ്. ഇവർക്ക് ഏപ്രിൽ മാസത്തെ റേഷൻ നഷ്ടമാകാതിരിക്കുവാൻ ഏപ്രിൽ മാസത്തെ റേഷൻ വിതരണം മെയ് 5 വരെ നീട്ടുവാനും ഭക്ഷ്യ പൊതുവിതരണ കമ്മീഷണർ തീരുമാനിച്ചിരിക്കുകയാണ്. 2 മാസത്തെ വിതരണം നടക്കുന്നതിനാൽ ഈ പോസ് യന്ത്രത്തിൽ വിതരണത്തിൻ്റെ മാസമായിട്ട് റേഷൻ കടക്കാർ ഏപ്രിലിന് പകരം മെയ് എന്ന് തിരഞ്ഞെടുക്കുന്നതാണ് ആശയക്കുഴപ്പം ഉണ്ടാക്കിയിരിക്കുന്നത്. ഏപ്രിലിലെ വിതരണം 30-ാം തീയതി അവസാനിക്കുമെന്നതിനാൽ ഇവർക്ക് 1 മാസത്തെ റേഷൻ നഷ്ടപ്പെടുമെന്ന സാഹചര്യത്തിലാണ് വിതരണം നീട്ടുവാനുള്ള ക്രമീകരണം നടത്തിയിരിക്കുന്നത്. ഇങ്ങനെ മാസം മാറി റേഷൻ വാങ്ങിയ 8000-ത്തോളം കാർഡ് ഉടമകളുടെ പട്ടിക ജില്ലാ സപ്ലൈ ഓഫീസർമാർ തയ്യാറാക്കിയിരിക്കുകയാണ്. തങ്ങളുടെ പരിധിയിലുള്ള ഗുണഭോക്താക്കളെ റേഷൻ വ്യാപാരികളുടെ സഹായത്തോടുകൂടി വിവരം അറിയിക്കുവാനാണ് നീക്കം നടക്കുന്നത്. ആരെങ്കിലും ഇതുപോലെ മെയ് മാസത്തിലെ റേഷൻ മാത്രം വാങ്ങിയിട്ടുണ്ടെങ്കിൽ മെയ് 5-ാം തീയതി വരെ ഏപ്രിൽ മാസത്തെ റേഷൻ കൂടി ലഭിക്കുന്നതാണെന്ന കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. മെയ് 5-ാം തീയതി കഴിഞ്ഞാൽ പിന്നെ മെയ് മാസത്തെ റേഷൻ മാത്രമേ ലഭിക്കുകയുള്ളൂ. അതായത് മെയ് 6 മുതൽ മഞ്ഞ കാർഡിലെ റേഷൻ വാങ്ങാത്തവർക്ക് 30 കിലോ അരിയും 2 കിലോ ഗോതമ്പും 3 പാക്കറ്റ് ആട്ടയുമാണ് ലഭിക്കുന്നത്. പിങ്ക് റേഷൻ കാർഡിന് മെയ് 5 വരെ ഓരോ അംഗത്തിനും 8 കിലോ അരിയും 2 കിലോ ഗോതമ്പും ലഭിക്കുന്നതാണ്. മെയ് 6-ാം തീയതി മുതൽ കാർഡിലെ ഓരോ അംഗത്തിനും 4 കിലോ അരിയും 1 കിലോ ഗോതമ്പും സൗജന്യമായിട്ട് ലഭിക്കുന്നതാണ്. മൊത്തം ഗോതമ്പിന്റെ അളവിൽ നിന്നും 4 കിലോ കുറച്ച് പകരം 4 കിലോ ആട്ട വരെ ലഭിക്കുന്നതാണ്. നീല റേഷൻ കാർഡിന് ഏപ്രിൽ മെയ് വിഹിതമായിട്ട് ഓരോ അംഗത്തിനും 4 കിലോ അരിയും കാർഡിന് 5 കിലോ സ്പെഷ്യൽ അരിയുമാണ് ഉണ്ടായിരുന്നത്. നീല റേഷൻ കാർഡ് ഉടമകളിൽ 6-ാം തീയതി മുതൽ റേഷൻ ഇതുവരെ വാങ്ങാത്തവർക്ക് കാർഡിലെ ഓരോ അംഗത്തിനും 2 കിലോ അരിയും കൂടാതെ 3 കിലോ സ്പെഷ്യൽ അരിയും ലഭിക്കുന്നതാണ്. അതായത് താലൂക്കിലെ സ്റ്റോക്ക് അനുസരിച്ച് കൊണ്ട് കാർഡിലെ 1 മുതൽ 3 കിലോ വരെ ആട്ടയും ലഭിക്കുന്നതാണ്. 17 രൂപയാണ് ആട്ടയുടെ വില. നീല റേഷൻ കാർഡിന് റേഷൻ വിഹിതമായിട്ട് ലഭിക്കുന്ന അരിക്ക് 4 രൂപയും സ്പെഷ്യൽ അരിക്ക് 10 രൂപ 90 പൈസയും നൽകേണ്ടതാണ്. വെള്ള റേഷൻ കാർഡിന് ഏപ്രിൽ മെയ് വിഹിതമായിട്ട് 10 കിലോ അരിയാണ് ഉണ്ടായിരുന്നത്. ഏപ്രിൽ റേഷൻ വാങ്ങാത്തവർക്ക് മെയ് മാസത്തെ റേഷനായിട്ട് ലഭിക്കുന്നത് 4 കിലോ അരി ആയിരിക്കും. 10 രൂപ 90 പൈസ നിരക്കിലാണ് കിലോയുടെ വില വരുന്നത്. അതായത് താലൂക്കിലെ സ്റ്റോക്ക് അനുസരിച്ച് 1 കിലോ മുതൽ 3 കിലോ വരെ ആട്ട കിലോയ്ക്ക് 17 രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ്. ഏപ്രിൽ മെയ് ജൂൺ ക്വാർട്ടറിൽ വൈദ്യുതിയുള്ള വീടുകളിലെ AOI മഞ്ഞ റേഷൻ കാർഡിന് ആകെ 1 ലിറ്റർ മണ്ണെണ്ണയും പിങ്ക് നീല വെള്ള റേഷൻ കാർഡുകാർക്ക് 1/2 ലിറ്റർ മണ്ണെണ്ണയും ലഭിക്കുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.